നമ്മുടെ മലയാളത്തിന് സൂപ്പർ നടിയാണ് മഞ്ജു വാര്യർ. പക്ഷെ മഞ്ജു വാര്യർ എവിടെ ജനിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലാണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഞെട്ടിപ്പോകും. തമിഴ്നാട്ടിലാ? എന്നിട്ടാണ് മലയാളത്തിൽ ഇങ്ങനെ സൂപ്പറായിട്ട് അഭിനയിക്കുന്നത്. അതെന്താ, തമിഴ്നാട്ടിൽ ജനിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ സൂപ്പറായിട്ട് അഭിനയിക്കാൻ പാടില്ലേ? തമിഴ്നാട്ടിലാണ് മഞ്ജു വാര്യരുടെ അച്ഛനും അമ്മയൊക്കെ താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ്, നാഗർകോവിലിൽ വെച്ചിട്ടാണ് മഞ്ജു വാര്യർ ജനിക്കുന്നത്. പിന്നീടാണ് അവർ മഞ്ജു വാര്യർ ജനിച്ചൊക്കെ ശേഷമാണ് പിന്നീട് അവർക്ക് സ്ഥലം മാറ്റം, ജോലിയിൽ നിന്നുള്ള സ്ഥലം മാറ്റവും കാര്യങ്ങളൊക്കെ ആയിട്ട് മഞ്ജു വാര്യരുടെ അച്ഛൻ തൃശ്ശൂരാണ് അവരുടെ നാട്, ശരിക്കും കണ്ണൂർ വന്ന് അവിടെ സെറ്റിൽ ആവുകയായിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ സത്യം. മഞ്ജു വാര്യർ തമിഴ്നാട്ടിലാണ് ജനിച്ചത്. തമിഴിൻ്റെ ഒരു കരുത്തും കൂടി മഞ്ജു വാര്യർക്ക് കിട്ടിയിരിക്കുന്നു. പിന്നെ നമ്മുടെ മഞ്ജു വാര്യറിൻ്റെ ഒരു പ്രത്യേകത പറയട്ടെ. മഞ്ജു വാര്യർ എഴുത്തുകാരിയാണ്. മഞ്ജു വാര്യരാ അങ്ങനെ ചിന്തിക്കുന്ന കേട്ടോ. മഞ്ജു വാര്യർ ഒരു പുസ്തകം എഴുതിയിട്ട് സല്ലാപം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. സല്ലാപം എന്ന ചിത്രത്തിലാണ് ആദ്യമായിട്ട് മഞ്ജു വാര്യർ നായികയായിട്ട് അഭിനയിച്ചത്. ദിലീപ് ആയിരുന്നു അതിൽ നായകനും. അപ്പോൾ സല്ലാപം എന്ന് പേരിട്ടിട്ടുള്ള 2016 മഞ്ജു വാര്യർ പുറത്തിറക്കിയിട്ടുള്ള പുസ്തകം DC ബുക്സ് ആണ് സല്ലാപം എന്ന് പറഞ്ഞ ഈ പുസ്തകം പുറത്തിറക്കിയത്. ഇതിൽ ആമുഖമായിട്ട് ഭാഗ്യലക്ഷ്മി എഴുതിയിട്ടുണ്ട്. ജീവിതത്തിലുള്ള ഓർമ്മക്കുറിപ്പുകളെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് കൂട്ടിയിണക്കി എഴുതിയിരിക്കുകയാണ് നമ്മുടെ മഞ്ജു വാര്യർ എന്ന എഴുത്തുകാരി. സല്ലാപം, അടിപൊളി പേരല്ലേ? സല്ലാപം കവിതയായി, അങ്ങനെ ആ പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊരു സംഭവമല്ലേ. അപ്പോൾ നമ്മുടെ മഞ്ജു വാര്യർ എഴുത്തുകാരിയാണ്. നമ്മുടെ മഞ്ജു വാര്യർ സിനിമയിലൊക്കെ വന്ന് അടിപൊളിയായിട്ട് ഓരോ വേഷങ്ങളൊക്കെ ചെയ്ത് സൂപ്പറായിട്ട് അഭിനയിച്ച് അങ്ങനെ പോകുന്നതിനിടയിലാണ് മഞ്ജു വാര്യരും ദിലീപും തമ്മിൽ പ്രണയത്തിലാവുന്നത്. 1998 ഇവർ വിവാഹം കഴിക്കാനുള്ള തീരുമാനമെടുക്കുകയും 98 ഇവർ ആലുവ മണപ്പുറം അമ്പലത്തിൽ വെച്ചിട്ടാണ്, ശിവക്ഷേത്രമാണ് ആലുവയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രമാണ് ആലുവ മണപ്പുറം, ആ അമ്പലത്തിൽ വെച്ചിട്ട് ഇവർ താലി കെട്ടി. ആ ചടങ്ങിൽ അധികം പേരൊന്നും ഉണ്ടായില്ല, കുറച്ച് പേരുണ്ടായുള്ളൂ. പിന്നീട് വിവാഹശേഷം സിനിമയിൽ നിന്നൊരു ഇടവേള എടുത്ത് മഞ്ജു വാര്യർ മാറി നിൽക്കുകയായിരുന്നു. പിന്നെ കാലങ്ങൾ കഴിഞ്ഞ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ മഞ്ജു വാര്യർ തിരിച്ചു വരികയായിരുന്നു. അതൊരു കിട്ടുവായിട്ടുള്ള വരവാണ്. അടിപൊളി സിനിമയാണ് അത്. അന്ന് നല്ലൊരു വേഷമാണ് മഞ്ജു വാര്യർ ചെയ്തത്. അപ്പം ഇങ്ങനെ സിനിമയിൽ വന്ന് ഇങ്ങനെ സജീവമായി മാറിയെങ്കിലും മഞ്ജു വാര്യർ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചിട്ടില്ല കേട്ടോ. 11 വർഷങ്ങളോളം മമ്മൂട്ടിയുടെ കൂടെ മഞ്ജു വാര്യർ അഭിനയിക്കാതെ ഇങ്ങനെ പോവുകയായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. ഒരുപാട് താരങ്ങൾ നായകന്മാരായിട്ടുണ്ട്. ദിലീപ്, ജയറാം, മോഹൻലാൽ ഒക്കെ നായകന്മാരായിട്ട് മഞ്ജു വാര്യരുടെ നായകന്മാരായിട്ട് മാറിയിട്ടും മമ്മൂക്ക മാത്രം നായകനായി മാറിയിട്ടില്ല. പക്ഷേ ഒടുവിൽ അത് സംഭവിച്ചു. 2021 പ്രീസ്റ്റ് എന്ന് പറഞ്ഞ ചിത്രത്തിൽ മമ്മൂക്കയുടെ നായികയായിട്ട് മഞ്ജു വാര്യർ മാറുകയായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവർ പ്രീസ്റ്റ് എന്ന് പറഞ്ഞ ചിത്രത്തിൽ രണ്ടുപേരും ഒന്നിക്കുകയായിരുന്നു. ഈ കുഞ്ഞനന്തൻ്റെ കട എന്ന് പറഞ്ഞ ചിത്രമല്ലേ മമ്മൂക്ക നായകനായിട്ട് അഭിനയിച്ച ചിത്രം, ആ ചിത്രത്തിൽ ഈ മഞ്ജു വാര്യരെ നായികയാക്കി ഒരുക്കാനുള്ള സജീവമായിട്ടുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ ആസൂത്രണം ചെയ്തിരുന്നു അതിൻ്റെ അണിയറ പ്രവർത്തകർ. പക്ഷെ അത് നടക്കാതെ പോയി. എന്തുകൊണ്ടാണെന്ന് ആർക്കറിഞ്ഞൂടാ. 1995 മഞ്ജു വാര്യർ ആദ്യമായിട്ട് മലയാള സിനിമയിൽ ഒരു വേഷം ചെയ്യാൻ എത്തുന്നത്. സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിൽ, ആ ചിത്രത്തിൽ മഞ്ജു വാര്യർ അഭിനയിച്ചു. 96 തൊട്ടടുത്ത വർഷം തന്നെ സല്ലാപം എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രം അങ്ങനെ തയ്യാറെടുത്തു. ആ ചിത്രത്തിൽ നായികയായി മാറി. അതും ദിലീപാണ് നായകനും. 95 മഞ്ജു വാര്യർ ഈ സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ മഞ്ജുവിൻ്റെ വയസ്സ് 17ആണ് പ്രായം. തൊട്ടടുത്ത വർഷം സല്ലാപത്തിൽ അഭിനയിക്കുമ്പോൾ 18 വയസ്സ്. അപ്പോൾ ആ വയസ്സിൻ്റെ ഒരു കണക്ക് കണ്ടില്ലേ. ഇപ്പം നമ്മുടെ മഞ്ജു വാര്യർ സിനിമയിലൊക്കെ സജീവമായിട്ട് ഓരോ ചിത്രങ്ങളൊക്കെ ചെയ്തു പോകുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. 98 വിവാഹം കഴിഞ്ഞതിന് ശേഷം സിനിമ അഭിനയം നിർത്തിയ മഞ്ജു വാര്യർ 15 വർഷങ്ങൾക്ക് ശേഷമാണ് മലയാള സിനിമയിലേക്ക് കടന്നു വന്നതും നായികയായിട്ട് മാറിയതും. അതൊരു വരവ് തന്നെയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞത് ഒരു എന്താ പറയണ, ഒരു റീ എൻട്രി എന്നൊക്കെ പറയുന്ന ഒരു കരുത്താർജിച്ച ഒരു ചുവടുവെപ്പ് തന്നെയായിരുന്നു അത്. അപ്പം മഞ്ജു വാര്യർ എന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടിയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഈ വീഡിയോ സമർപ്പിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ.